ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയട്രിയിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റലൈസിങ് അമേരിക്കൻ പോയട്രി പോസ്റ്റ് കൊളോണിയൽ പീരീഡ് എന്ന ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോസ്റ്റ് കൊളോണിയൽ പീരീഡിലുള്ള അമേരിക്കൻ പോയട്രിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ പോസ്റ്റ് കൊളോണിയൽ പീരീഡിലുള്ള കവിതകളെക്കുറിച്ച് പോയട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കാലയളവിൽ വലിയ രീതിയിലുള്ള പ്രശസ്തരായിട്ടുള്ള കവികളോ അത്തരത്തിലുള്ള പോയട്രികളൊക്കെ എഴുതുന്ന ആളുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ റൈറ്റിങ്സ് എന്ന് പറയുന്നത് ആളുകൾ കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസംഗം, അതുപോലെ തന്നെ ആത്മീയ കുറിപ്പുകൾ, അതുപോലെ തന്നെ യാത്രാ വിവരണങ്ങൾ, കത്തുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആളുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചില കവികൾ യാത്രാ വിവരണങ്ങളൊക്കെ എഴുതുന്നതോടു കൂടി തന്നെ അവരുടെ കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. കവിതകൾ മാത്രമല്ല, ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നാടകങ്ങൾ, നോവലുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളും വളരെയധികം കുറവായിരുന്നു. മാത്രമല്ല ഒരു 19-ാം നൂറ്റാണ്ടൊക്കെ ആവുന്നതോടുകൂടി തന്നെ കവിതയിൽ ദേശീയതയെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ അത്തരത്തിലുള്ള രാജ്യസ്നേഹത്തെക്കുറിച്ചിട്ടുള്ള തീംസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. എന്നാൽ ആ ഒരു കാലയളവിലൊക്കെ ഈ പ്യൂരിറ്റനിസത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാലയളവിൽ നല്ല രീതിയിൽ തന്നെ പ്യൂരിറ്റനിസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കവിതകളിലൊക്കെ പ്യൂരിറ്റൻ ആശയങ്ങൾ സംരക്ഷിക്കുന്ന പോലെയുള്ള രീതിയിലുള്ള റൈറ്റിങ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അമേരിക്കൻ പോയട്രികളൊക്കെ സ്വതന്ത്രമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ വികസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ പോയട്രിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 1812 അതായത് അമേരിക്കൻ വിപ്ലവത്തിന് ശേഷം ആധുനികതയും അതുപോലെ തന്നെ സ്വന്തം ദേശത്തെക്കുറിച്ചിട്ട് വാഴ്ത്തുന്ന രീതിയിലുള്ള കവിതകളൊക്കെ എഴുതണമെന്ന് ആളുകൾ ആവശ്യപ്പെടുകയാണ്. സോ ഇതുകൊണ്ട് തന്നെ ഒരു ദേശീയത രൂപപ്പെടലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് 4 പ്രധാന റൈറ്റേഴ്സ് പോയംസ് ഒക്കെ റൈറ്റ് ചെയ്യുന്ന പോയറ്റ്സ് ഈ ഒരു റൈറ്റിങ്സിന് വേണ്ടിയിട്ട് തയ്യാറായി. വില്യം കലൻ ബ്രയന്റ്, അതുപോലെ തന്നെ വാഷിങ്ടൺ ഇർവിങ്, ജെയിംസ് ഫെനിമോ കോപ്പർ, എഡ്ഗർ അലൻ പോ എന്നിവരായിരുന്നു ഈ ഒരു 4 ആളുകൾ. ഇതിൽ ബ്രയന്റ് തൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിത ആയിട്ടുള്ള താൻട്രോപ്പിസ്റ്റ് എന്നുള്ള റൈറ്റിങ്സ് 1817 എഴുതി. മാത്രമല്ല ഇത് എഴുതിയോടുകൂടി തന്നെ അദ്ദേഹം വലിയ രീതിയിൽ പ്രശസ്തനാവുകയാണ് ചെയ്തത്. പിന്നീട് വേർഡ്സ്വർത്തിനെ പോലെയുള്ള റൊമാൻറ്റിക് കവികളായിട്ട് കൂടി ചേർന്നിട്ട് പ്രകൃതി ദൃശ്യങ്ങൾ ഒക്കെ വരച്ചു കാട്ടുന്ന രീതിയിലുള്ള കവിതകളൊക്കെ അദ്ദേഹം എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നീട് 1990 മുതൽ 1945 വരെ മോഡേണിസ്റ്റ് പോയട്രിയുടെ ഒരു കാലഘട്ടമായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലോകമഹായുദ്ധത്തിന് മുമ്പ് ശേഷവും സാഹിത്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കവിത, നാടകം, നോവല് തുടങ്ങിയ ഇത്തരത്തിലുള്ള സാഹിത്യത്തിലൊക്കെ ഒരുപാട് രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പല രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ ആ ഒരു കാലയളവിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആധുനിക പോയട്രിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന മേജർ പോയറ്റ്സ് എന്ന് പറയുന്നത് എഡ്വിൻ ആലിംഗ്ടൺ റോബിൻസൺ, റോബർട്ട് ഫ്രോസ്റ്റ്, ജോൺ ക്രൗഡ് റാൻസം എന്നിങ്ങനെയുള്ള റൈറ്റേഴ്സൊക്കെയാണ്. ഇവരുടെ കവിതകൾ കൂടുതലായിട്ടും മനുഷ്യൻ്റെ അവസ്ഥകൾ, ജീവിതം, അതുപോലെ തന്നെ ജീവിതങ്ങളും മനുഷ്യൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും സങ്കീർണതയെക്കുറിച്ചൊക്കെ അവർ എഴുതുകയുണ്ടായി. മാത്രമല്ല മതവിശ്വാസം, അതുപോലെ തന്നെ വിവേകത്തിൻ്റെ കുറവ്, അത്തരത്തിലുള്ള വിശ്വാസത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, റൊമാൻറ്റിസിസത്തിൻ്റെ താല്പര്യം, അതുപോലെ തന്നെ മനുഷ്യൻ ആശയവിനിമയം ഇല്ലാത്ത ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള റൈറ്റിങ്സ് ഒക്കെ ആയിരുന്നു ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് പോസ്റ്റ് വാർ പീരീഡ്. പോസ്റ്റ് വാർ പീരീഡ് എന്ന് പറയുമ്പോൾ 1920 1930 അമേരിക്കൻ സാഹിത്യം കുറച്ചുകൂടെ വളർന്നു വരുന്നത്. അതുപോലെ തന്നെ സ്റ്റീൻബർഗ്, അതുപോലെ തന്നെ കാതറിൻ ആൻ പോട്ടർ തുടങ്ങിയ ആളുകളൊക്കെ ഒരുപാട് റൈറ്റിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല റോബർട്ട് ഫ്രോസ്റ്റ്, ടി.എസ്. എലിയട്ട്, വെലസ് സ്റ്റീവൻ, മെറൈൻ മൊറൈൻ, ഇ കമ്മിങ്സ്, അതുപോലെ തന്നെ വില്യം കാരോൾസ് വില്യംസ്, ക്വിൻഡോലിൻ ബർഗ്സ് ഇത്തരത്തിലുള്ള റൈറ്റേഴ്സൊക്കെ വലിയ രീതിയിലുള്ള സംഭാവനകൾ ഈ ഒരു കാലഘട്ടത്തിലുള്ള പോയട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് 1950കളുടെ അവസാനങ്ങളിലൊക്കെ
എന്താണ് പുതിയ പുതിയ കവികളൊക്കെ വരാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ എന്താണ് പഴയ രീതികളോടൊക്കെ അവർക്ക് വലിയ രീതിയിലുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ് കൂടുതൽ എന്താണ് കുറച്ച് തുറന്ന രൂപത്തിൽ കുറേ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ എന്താണ് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഭാഷയിലൊക്കെ പുതിയ പുതിയ റൈറ്റിങ്സ് ഒക്കെ എഴുതിയിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ ഒരു എന്താണ് പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വില്യം കൊളൻ ബ്രയൻ്റ് ആണ്. ഇദ്ദേഹമാണ് എന്താണ് അമേരിക്കൻ പോയട്രിയിലൂടെ എന്താണ് ഒരു റൊമാൻറ്റിസിസം എന്നുള്ള ടേമിന് തുടക്കം കുറിച്ചത്. ദെൻ റാൽഫ് വാൽഡോ എമേഴ്സൺ, ഇദ്ദേഹം ആണ് എന്താണ് ട്രാൻസെൻഡലിസത്തിൻ്റെ എന്താണ് മുഖ്യ പ്രതിനിധി എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹം എന്താണ് വ്യക്തിത്വം, പ്രകൃതി, ആത്മീയത എന്നിങ്ങനെയുള്ള തീംസൊക്കെ ആസ്പദമാക്കിയിട്ടാണ് റൈറ്റിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ എഡ്ഗർ അലൻ പോ, ഇദ്ദേഹമാണ് എന്താണ് ട്രാൻസെൻഡലിസത്തെയും എമേഴ്സൻ്റെയും ആശയങ്ങളൊക്കെ എന്താണ് വളരെ വലിയ രീതിയിൽ ഇദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ദെൻ വാൾട്ട് വിറ്റ്മാൻ, ഇദ്ദേഹം എന്താണ് വിപ്ലവകരമായിട്ടുള്ള കവി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇദ്ദേഹം ഫ്രീ വേഴ്സ് എന്നുള്ളൊരു ടേമൊക്കെയാണ് അദ്ദേഹം രൂപപ്പെടുത്തി. അതുപോലെ എമേഴ്സൺ എന്നുള്ള റൈറ്റർ ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് കൂടുതലായിട്ടും പോർട്രേറ്റ് ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് ആത്മാവ്, ജനാധിപത്യവാദം, എന്താണ് ശരീരബോധം, ആത്മാവിൻ്റെ യാത്ര എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് കൂടുതലായിട്ടും ഉള്ളത്. ദെൻ എമിലി ഡിക്കിൻസൺ, ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ എന്താണ് മനസ്സിനെ കുറിച്ചിട്ടും മനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ കുറിച്ചിട്ടൊക്കെ റൈറ്റിംഗ് എഴുതുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എന്താണ് ഇദ്ദേഹത്തിൻ്റെ മേജർ തീംസ് എന്ന് പറയുന്നത് എന്താണ് മരണം, ദൈവം, എന്താണ് അമരത്വം, സ്നേഹം, ആത്മബോധം എന്നിങ്ങനെയുള്ള തീംസിലാണ് അദ്ദേഹം എന്താണ് റൈറ്റിങ്സ് എഴുതുന്നത്. മാത്രമല്ല എന്താണ് പങ്ക്ച്വേഷന്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നിങ്ങനെയുള്ളത് ഇവയെക്കുറിച്ചിട്ടുള്ള യൂസേജിനെ കുറിച്ചിട്ടൊക്കെ വലിയ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. ദെൻ ഹെൻറി വേർഡ്സ്വർത്ത്, ഇദ്ദേഹമാണ് എന്താണ് യൂറോപ്യൻ സാഹിത്യത്തെ അമേരിക്കയിലേക്ക് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ പീരീഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഏരിയാസാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാനുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ ടു യു. താങ്ക് യു.